അങ്ങനെ വിറ്റു പെറുക്കി ഉണ്ടാക്കുന്ന കാശുകൊണ്ട് മകൾക്കൊരു നല്ല ഭാവി പടുത്തുയർത്താമെന്ന് ആ പാവങ്ങള് ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിച്ചുയർത്തുന്ന ജീവിതം മുള പൊട്ടും മുമ്പേ കരിഞ്ഞു പോണം. കരിച്ച് കളയണം നമുക്ക്. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാം പറയാം. ആദ്യം അവര് പണം ഉണ്ടാക്കട്ടെ. അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല വിമലെ, ഇവിടെ അടുത്തല്ലേ ക്ഷേത്രം. അവിടുന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചാ മതി. ഇനി പ്രാർത്ഥന കൊണ്ടേ ഫലം ഉണ്ടാവുള്ളൂ അമ്മേ. ഈശ്വരൻ എന്താ സത്യയുടെ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. സുധിയാണല്ലോ. എന്തെങ്കിലും അത്യാവശ്യം കാണും, എടുത്തു നോക്ക്. ഹലോ, എന്താ മോനെ? ഞങ്ങള് പള്ളിമുക്കിലെത്തിയതേ ഉള്ളൂ. ഇവിടുത്തെ ദേവീക്ഷേത്രത്തിൽ ഒന്ന് കയറാന്ന് വെച്ചു. എന്താ മോനെ? ആ ശരി. എന്താ വിമലെ? നമ്മളോടൊരു 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാൻ. അതെന്തിനാ? എന്തിനാണെന്ന് അറിയില്ല. എന്തോ കാര്യം പറയാനുണ്ടെന്ന്. സുധി ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരുന്നുണ്ടെന്നാ പറഞ്ഞത്. നമ്മളിപ്പോ അവിടുന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന്. അതെന്തായിരിക്കും? ആർക്കറിയാം. സത്യം വരുന്നുണ്ടോ? സത്യയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. നമ്മളിനി അവിടെ വല്ലതും മറന്നു വെച്ചിട്ടാണോ പോന്നത്? ഇല്ല, ഒന്നും മറന്നിട്ടില്ലല്ലോ. പിന്നെ എന്തിനാവും സുധി ഇത്ര അത്യാവശ്യമായിട്ട് വരുന്നത്? ചിലപ്പോ സോറി പറയാനാവും. സുജിത അങ്ങനെയൊക്കെ പറഞ്ഞതിൽ സുധിക്ക് നല്ല വിഷമമുണ്ട്. ദേവിക്ക് താലി മാത്രം പോരാ, 20 പവൻ സ്വർണവും വേണം. അതിന്റെ പാതി സ്വർണം, അതായത് 10 പവൻ നിങ്ങളും 10 പവൻ ഞങ്ങളും. കൂടാതെ 4-5 ലക്ഷം രൂപ മറ്റാവശ്യങ്ങൾക്കും വേണ്ടിവരും. ഏതാണ്ട് 10 ലക്ഷം രൂപ ഓരോ വീട്ടുകാർക്കും ചെലവ് വരും. നീ എന്താ മോളെ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. നാളത്തേക്ക് എങ്ങനെ കാശുണ്ടാക്കും? നമ്മൾ എവിടെ പോകും? വാശിക്ക് എടുത്തു ചാടി ആ സുജിതയോട് ഒന്നും പറയണ്ടായിരുന്നു. ഓരോ ചടങ്ങിനും ഓരോ നിയമങ്ങൾ ഉണ്ടാവില്ലേ അമ്മേ? അത് നമ്മൾ പാലിച്ചല്ലേ പറ്റൂ. സുധിയുടെ അച്ഛൻ ഈ കാര്യം നമ്മളോട് പറയാൻ വിഷമം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും സുജിതയെ കൊണ്ട് പറയിപ്പിച്ചത്. എന്നുവെച്ച് അങ്ങനെ എടുത്തടിച്ചതുപോലെയാണോ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്? ദേ സുധി വന്നു. കാത്തുനിന്ന് മുഷ്ണോ? ഏയ്, അതൊന്നും സാരമില്ല. എന്തിനാ മോനെ നിൽക്കാൻ പറഞ്ഞത്? ഇത് വാങ്ങിക്കൂ. ഇതെന്താ സുധി? ഇത് കുറച്ച് കാശാ. കാശോ?
ഇതെന്തിനാ മോനെ? അമ്മ ഇത് വാങ്ങിക്കേ. എന്തിനാണെന്ന് പറ. 10 ലക്ഷം രൂപയുണ്ട്. ഇപ്പൊ തന്നെ പോയി ആഭരണങ്ങൾ വാങ്ങിക്കേ. ബാക്കി കാശ് വഴിപാടിനും മറ്റുമായി ഉപയോഗിക്കാം. വേണ്ട മോനെ, നിന്റെ മനസ്സ് നല്ലതാ, അതുകൊണ്ടാ നിനക്കിത് തോന്നിയത്. പക്ഷേ ഈ കാശുകൊണ്ട് ഞങ്ങൾ നാളെ ആഭരണം വാങ്ങി വന്നാ അത് ശരിയാവില്ല. ഒരു ശരിയോടും ഇല്ലമ്മേ. ഉണ്ട് മോനെ. പൂജയ്ക്കുള്ള പാതി കാശ് പെണ്ണ് വീട്ടുകാര് ചെലവാക്കണമെന്നാ പറഞ്ഞിട്ടുള്ളത്. നീ തന്ന കാശാണ് ഞങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചതെന്ന് സുധിയുടെ വീട്ടുകാരറിഞ്ഞ ഞങ്ങൾക്കത് നാണക്കേടാ മോനെ. സുജിതേച്ചി പറഞ്ഞൊന്നും നിങ്ങൾ അതൊന്നും കാര്യാക്കണ്ട. അച്ഛനോട് ഞാൻ അന്വേഷിച്ചു, നിങ്ങളോട് പറയാൻ എന്തെങ്കിലും കാര്യം അച്ഛൻ സുജിതേച്ചി ഏൽപ്പിച്ചിരുന്നുവെന്ന്. അങ്ങനെ ഒരു കാര്യവും അച്ഛൻ സുജിതേച്ചിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല. എന്നാലും സുജിത പറഞ്ഞതാണ് അതിന്റെ ശരി. ഞങ്ങളുടെ തെറ്റ് കാരണം മോനൊന്നും സംഭവിക്കരുത്. ആൺകുട്ടികളില്ലാത്ത എനിക്ക് ഈശ്വരൻ തന്നതാണ് നിന്നെ. നിനക്ക് ദോഷം വരുന്നതൊന്നും ഈ അമ്മ ചെയ്യില്ല. ഇത് ആരും അറിയില്ല. സത്യോട് പോലും ഞാൻ പറയില്ല. അമ്മ ഇത് വാങ്ങിക്കണം. അച്ഛമ്മേ, ഇത് വാങ്ങിക്കും. വേണ്ട മോനെ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷമുണ്ടെന്നോ. ഞങ്ങളുടെ സത്യമോള് ഭാഗ്യമുള്ളവളാ. ഈ മനസ്സുള്ള നിന്നെയാണല്ലോ അവക്ക് ഭർത്താവായി കിട്ടിയത്. അതിലൊരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ട് ഞങ്ങൾക്ക്. എന്നാലും ഈ കാശ് ഞങ്ങൾക്ക് വേണ്ട മോനെ. ഇത് ആരും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദൈവം അറിയും. ദൈവം കാണുന്നുണ്ടാവുമല്ല. നിങ്ങളിത് വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കിത് വിഷമാവും. ആ വിഷമം 2 ദിവസം കൊണ്ട് തീരും. പക്ഷേ ഞങ്ങളിത് വാങ്ങിച്ചാൽ ആയുസ് മുഴുവൻ ആ വിഷമം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത്ര പെട്ടെന്ന് കാശുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയാം. എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? ഈ കഷ്ടപ്പെടലൊക്കെ അല്ലേ സുധി ജീവിതത്തിന്റെ സുഖം. അതുകൊണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാടോർത്ത് മോൻ വിഷമിക്കണ്ട. ഞങ്ങൾക്കിത് വേണ്ട. മോൻ തിരിച്ചു പൊയ്ക്കോ. അല്ല അമ്മേ, ഞങ്ങൾക്കിവിടെ ക്ഷേത്രത്തിലൊന്ന് പോണം. മോൻ ചെല്ല്. വിഷമമൊന്നും തോന്നണ്ട. വാ അമ്മേ. എന്തുപറ്റി? ഒന്നുമില്ല.
എനിക്കറിയാം സത്യം എന്തിനാ മൂഡ് ഓഫായെന്ന്. സുജിതേച്ചി അമ്മയോടും അച്ഛമ്മയോടും ഓവറായി പറഞ്ഞുവല്ലേ? സുജിതേച്ചിയുടെ സ്വഭാവം നമുക്കല്ലേ അറിയൂ. അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടൊന്നും അല്ല സുജിതേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത്. അതെനിക്കറിയാം. കാശിനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുള്ള ടെൻഷനിലായിരിക്കും അല്ലേ? എന്റെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് അതൊരു വലിയ ടെൻഷൻ തന്നെയാണ് സുധി. അതും 2 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോ ഞാനും അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നേ. അത് പോട്ടെ. സുധി എവിടെ പോയതായിരുന്നു? ഞാൻ അത് സത്യയുടെ അമ്മയും അച്ഛമ്മയും കാണാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം അവരിതുവരെ പോയില്ലേ? പോയി. ഞാൻ കുറച്ച് കാശ് അവരെ ഏൽപ്പിക്കാൻ വേണ്ടി പോയതായിരുന്നു. സുധി, ഇവിടെ വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് മോശമില്ലെന്ന് വിചാരിച്ച് വഴിയിൽ വെയിറ്റ് ചെയ്യാൻ ഫോൺ ചെയ്ത് പറഞ്ഞതായിരുന്നു. സുധി, എന്നിട്ട് അമ്മയെ കാശ് വാങ്ങിച്ചോ? ഇല്ല, ഞാൻ കഴിയാവുന്നത്ര പറഞ്ഞു നോക്കി. ക്ഷേത്രത്തിലെ കാര്യം അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കണം. പൂജയ്ക്കുള്ള പാതി ചെലവ് അവർ തന്നെ ചെലവഴിക്കുമെന്ന ഒരേ വാശി. അത് വാശിയല്ല, അഭിമാനത്തിന്റെ പ്രശ്നം. ഞങ്ങൾ പാവപ്പെട്ടവർക്ക് പണത്തിനേക്കാളും വലുതാണ് ആ പറഞ്ഞ സാധനം. സത്യക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഞാൻ സുധിയോട് എന്തിനു ദേഷ്യപ്പെടണം? എന്റെ വീട്ടുകാരുടെ അവസ്ഥ അറിഞ്ഞ് എന്നോട് പോലും പറയാതെ അവർക്ക് കാശ് കൊണ്ടുപോയി കൊടുക്കാൻ നോക്കിയ ആളിനോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? സുധിയുടെ നല്ല മനസ്സിനോട് എന്നും കടപ്പാടും നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ എന്റെ ഉള്ളില്. നാളത്തേക്ക് കാശുണ്ടാക്കാൻ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും കഴിയില്ലെന്ന് നമുക്ക് ഉറപ്പല്ലേ? സത്യയുടെ വീട്ടുകാർ ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ തല കുനിക്കാൻ ഇടയാവരുത്. അതുകൊണ്ടാ ഞാൻ കാശ് കൊണ്ടുപോയി കൊടുക്കാൻ നോക്കിയത്. നാളത്തേക്ക് കാശുണ്ടാക്കാൻ പറ്റൂ എന്നൊരു വിശ്വാസം അവർക്കുണ്ടെങ്കിൽ നാളെ അവരതുണ്ടാക്കിയിരിക്കും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ. എനിക്ക് തന്നെ ആലോചിച്ചിട്ട് ആകെ ടെൻഷനാവുന്നുണ്ട്. സുധി എന്തിനു ടെൻഷനാവണം? എന്റെ വീട്ടുകാർ ചെയ്യേണ്ട കടമ അവര് ചെയ്യുന്നു. ഞാൻ സത്യയുടെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ? എന്നെ അന്യനായിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. സുധി അന്യനായിട്ട് കണ്ടതാവില്ല. ക്ഷേത്രത്തിലെ കാര്യമല്ലേ. പ്രത്യേകിച്ചും സുധിക്ക് അപകടം ഉണ്ടാവുന്ന ഒരു കാര്യവും അവര് ചെയ്യില്ല. അത്രയ്ക്കിഷ്ട അവർക്ക് സുധിയെ. കാശിനു വേണ്ടി അവരെവിടെ പോവും? അറിയില്ല സുധി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇന്ന് രാത്രി അവരുറങ്ങില്ല. ഉറങ്ങാൻ കഴിയില്ല അവർക്ക്.
അമ്മേ, ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഓരോന്ന് ആലോചിച്ചങ്ങനെ നിന്നതാ. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത കാര്യമാണല്ലോ എന്ന് ഓർക്കുമ്പോ എന്താ ചെയ്യേണ്ടെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഞാനും ഒരുപാട് ആലോചിച്ചു. നമ്മുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടാവും സുധി ആഭരണം വാങ്ങാൻ കാശ് കൊണ്ട് തന്നത്. പാവം, നമ്മളത് വാങ്ങിക്കാത്തതില് അവന് നല്ല വിഷമമുണ്ട്. ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിന് ഫലം ഉണ്ടാവില്ല. അതെ, അവനോടത് വാങ്ങിക്കാത്തത് തന്നെയാ നന്നായത്. പൂജയ്ക്കിനി അധിക ദിവസങ്ങളില്ല. അതിനു മുൻപ് ദേവിക്ക് ചാർത്താനുള്ള 10 പവൻ സ്വർണ്ണാഭരണങ്ങളും പൂജയ്ക്കുള്ള കാശും നമ്മൾ എവിടെ നിന്നുണ്ടാക്കും? പണ്ടൊക്കെ എത്ര വലിയ ആവശ്യങ്ങൾ വന്നാലും അത് സത്യ ഏർപ്പാട് ചെയ്തേനെ. ഇതിപ്പോ അവളുടെ കാര്യത്തിനുള്ളത് ആരോട് പറയും? എല്ലാം കൂടെ ഒരു 5-10 ലക്ഷം രൂപ വേണ്ടി വരുമായിരിക്കുമല്ലേ? പിന്നല്ലാതെ സ്വർണ്ണാഭരണത്തിന് തന്നെ 5-6 ലക്ഷം വേണ്ടിവരും. അത്രയും കാശിന് നമ്മൾ എവിടെ പോവും മോളെ? എനിക്കറിയാൻ മേല എന്താ ചെയ്യേണ്ടതെന്ന്. അമ്മേ, എന്താ മോളെ? പപ്പനോട് ചോദിച്ചാ എവിടുന്നെങ്കിലും കാശ് മറിച്ചു തരുമോ? അവന്റെ കയ്യിൽ കാശുണ്ടാവും, പക്ഷെ സഹായം അവന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേ വേണ്ട. അത്യാവശ്യ കാര്യമായതുകൊണ്ടല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് തിരിച്ചു കൊടുക്കാന്ന് പറയാം. നമ്മൾ എങ്ങനെ അവന് കാശ് തിരിച്ചു കൊടുക്കും? തിരിച്ചു കിട്ടാനുള്ള വഴിയായിരിക്കും അവൻ ആദ്യം ചോദിക്കുക. ഒന്നുമില്ലെങ്കിലും അവന്റെ ഏട്ടന്റെ മോൾക്ക് വേണ്ടിയല്ലേ? നിനക്കിനിയും പപ്പനെ മനസ്സിലായിട്ടില്ലേ? ഏട്ടന്റെ മോളെന്നല്ല, സ്വന്തം മോക്ക് വേണ്ടിയാണെങ്കിലും ലാഭമില്ലാത്ത പരിപാടിക്ക് അവൻ നിൽക്കില്ല. വീട് പണയപ്പെടുത്തിയിട്ടാണെങ്കിലും പപ്പന്റെ കാശ് നമുക്ക് എളുപ്പം തിരിച്ചു കൊടുക്കാമേ. ആദ്യം കാര്യം നടക്കട്ടെ. ആ, ചോദിച്ചു നോക്കാം. സത്യയ്ക്ക് വേണ്ടി ചോദിച്ചാ പപ്പൻ തരുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവൻ നമ്മളെ നാണം കെടുത്തുവെന്നാ. അതിലും നല്ലത് നാട്ടുകാർക്ക് മുമ്പിൽ കൈ നീട്ടുന്നതാ. നാണം കിടന്നെങ്കിൽ അങ്ങ് കിടട്ടമ്മേ. പപ്പന്റെ മുൻപിലല്ലേ. ചിലപ്പോ കാര്യം അറിയുമ്പോ അവൻ ചോദിച്ചാലോ, എന്നോടൊരു വാക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്ന്. പോയാലൊരു വാക്കല്ലേ. എന്നാലും നമ്മൾ ഇനി അത് ചോദിച്ചില്ലെന്ന് വേണ്ട. നിനക്കങ്ങനെ തോന്നുന്നെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഇപ്പൊ തന്നെ അവനെ അങ്ങ് വിളിച്ചേക്കാം. ഈശ്വര, ജനി, ഇനി എന്താ പ്രോഗ്രാം? ഒരു സിനിമയ്ക്ക് പോയാലോ? അതോ ബീച്ചിലോ? ഏതാ ദിവ്യക്ക് ഇഷ്ടം? എല്ലാം മാഡത്തിന്റെ ഇഷ്ടം. ജനി, നിന്റെ പപ്പയെ വിളിക്കുന്നേ. എടുക്ക്. നിങ്ങൾ കാറിലേക്ക് പോക്കോ. ചെല്ല്.
ഹലോ. എടീ, നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഒരു ദിവസം ഈ രാഹുലിന്റെ മുന്നിൽ വന്ന് പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ദേ, തേടിയ വള്ളി കാലി ചുറ്റി തല കുത്തിയങ്ങ് മറിഞ്ഞിരിക്കുന്നു. എന്തിനാടി ഇങ്ങനെ നോക്കുന്നേ? വന്ന് പെട്ടുപോയല്ലോന്നാണോ? അതോ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുകയാണോ നീ? ഇങ്ങോട്ട് വരാൻ. നിങ്ങൾ ആരാ? കൈവിട്. നിങ്ങൾ ആരാ? കൈവിടാൻ പറഞ്ഞില്ലേ? അതെ, ഞാൻ ആരാണെന്ന് ഇവള് പറഞ്ഞുതരും. പറഞ്ഞു കൊടുക്ക് ദിവ്യ, ഈ ഏട്ടനെ ആരാണെന്ന്. ഹേയ് മിസ്റ്റർ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഞാൻ വിചാരിക്കുന്ന ആളാണോ അല്ലയോന്ന് ഈ ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കടി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാനേ ഇവള് തല്ലിക്കൊന്ന ഇവളുടെ കാമുക. അല്ലേടി? നിങ്ങൾക്ക് ആള് മാറിയതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേത്. അതെ, നിങ്ങൾ തീരുമാനിച്ചാ മതിയോ? എന്താ എന്താ ഇവിടെ പ്രശ്നം? എടോ, ഇത് ഞാനും എന്റെ പെണ്ണും തമ്മിലുള്ള പ്രശ്നം. അത് ചോദിക്കാൻ താനാരടോ? സുഹൃത്തെ, ഇതെന്റെ സിസ്റ്ററാണ്. നിന്റെ സിസ്റ്ററോ? ഇവളോ? എടോ, ഇവക്ക് ഇങ്ങനെ ഒരു പൊന്നാങ്ങളും ഉള്ളതായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ പൊന്നാങ്ങളൊന്ന് മാറിയുന്നേ. ഇതെന്റെ പെണ്ണാ. ഞാൻ ഇവളെയും കൊണ്ടുപോകും. വഴി വരാൻ. നീ ആരാ? എടാ, എന്റെ പെണ്ണിനെ ഞാൻ കൊണ്ടുപോകും. പറഞ്ഞു കൊടുക്കടി. പറയ ദിവ്യ, ഇവൻ നിന്റെ ആരാ? എനിക്ക് പറ, കേൾക്കട്ടെ. പറയടി, പറഞ്ഞു കൊടുക്കടി നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. പറയ്, ഇവനെ നീ അറിയോ? പറയടി, നിനക്കെന്നെ അറിയില്ലേ? അത് ഇതിനു മുമ്പ് നീ എന്നെ കണ്ടിട്ടേ ഇല്ല? ഇല്ല. നിനക്ക് നെക്ലേസ്, ചുരിദാറ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, നീ ആവശ്യപ്പെടുന്നത് എന്ത് വാങ്ങി തന്നിരുന്ന ഈ രാഹുലിനെ നീ കണ്ടിട്ടേ ഇല്ല? ഇപ്പൊ
ഇപ്പൊ വലിയൊരു സെറ്റപ്പ് ജീവിതം കിട്ടിയപ്പോ നീ തൽക്കാലം എന്നെ അങ്ങ് മറന്നല്ലേ? പണ്ടേ നീ അങ്ങനെ തന്നെ ആണല്ലോ. കാശിന്റെ കാര്യത്തിൽ ഒരു പിടി മുന്നിൽ ആരാണോ അവന്റെ പിന്നാലെ ആയിരുന്നല്ലോ നീ. ദേ, പക്ഷേ നീ എന്ത് പൊട്ടം കളി കളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. പറഞ്ഞു കൊടുക്കടി ഞാൻ ആരാണെന്ന്. എനിക്ക് അറിയെങ്കിൽ പറയൂ. എനിക്കതിൽ യാതൊരു വിരോധവുമില്ല. ഇയാൾ ഈ പറയുന്നതൊക്കെ ശരിയാണോ? എനിക്കയാളെ അറിയില്ല. ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. നിങ്ങൾ വണ്ടി കയറ്. അവളെ എനിക്ക് വേണം. നീ അവളുടെ ആരുമല്ലെന്ന് എനിക്കറിയാം. അവൾ എന്റെ പെണ്ണാ, എനിക്ക് അവളെ വേണം. ദിവ്യ, നീ വിചാരിക്കുന്ന പെണ്ണല്ല അവള്. എടോ, കല്യാണ ദിവസം എന്റെ കൂടെ ഒളിച്ചോടി വന്ന പെണ്ണ അവള്. എടം, എന്നെ തലക്കടിച്ച് അവൾ ഓടി വന്നത് നിന്റെ അടുത്തേക്കാണെന്ന് ഇപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. അതെ, അവൾ ഓടി വന്നത് എന്റെ അടുത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് മേലിൽ അവളുടെ പിന്നാലെ നടന്നാൽ വച്ചേക്കില്ലെന്നെ ഞാൻ. എടാ, എന്നെ നിനക്ക് അറിയില്ല. നിനക്ക് എന്നെയും അറിയില്ല. ഈ പറയുന്നത് ദിവ്യയുടെ പഴയ കാമുകനല്ല, അവളുടെ ഭർത്താവാ. നിങ്ങള്? ഞാൻ താലി കെട്ടിയ പെണ്ണ അവള്. അവളുടെ കൺവട്ടത്തെങ്ങാനും വന്നാ വച്ചേക്കില്ലെന്നെ ഞാൻ. മാറിപ്പോടാ. അബി, കഥ വീണ്ടും ട്വിസ്റ്റിലേക്കാണല്ലോ അബിസാറെ പോകുന്നത്. അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റിലേക്ക്. മൂന്നാമതൊരാൾ കൂടി കടന്നു വന്നിരിക്കുന്നു. സുധിക്കും ദിവ്യയ്ക്കുമിടയിൽ മറ്റൊരാൾ, അതും കാമുകൻ. അയാളുടെ കയ്യിൽ നിന്നും ദിവ്യ ഓടി പോകുമായിരുന്നു വേണം കരുതാൻ. എന്റെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരവാണ് അയാൾ, രാഹുൽ.
എന്ത് സംശയം? കല്യാണ മണ്ഡപത്തിൽ നിൽക്കേണ്ട ദിവ്യ എങ്ങനെ അത്രയും ദൂരെ എത്തി? അവൾ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് മണ്ഡപത്തിൽ വിളംബരം ഉണ്ടായെങ്കിലും ആരുടെ കൂടെ? സുധിയെപ്പോലെ സുന്ദരനും സൽസ്വഭാവിയും പണക്കാരനും ബിസിനസ് മേഖലയിൽ അറിയപ്പെടുന്നവനുമായ ഒരുവനെ ഉപേക്ഷിച്ച് ദിവ്യ ആരുടെ കൂടെ ആവും ഒളിച്ചോടാൻ ശ്രമിച്ചത്? അങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരം എന്തായാലും ഒരു കാര്യം ഉറപ്പാബി, അയാൾ ഇനിയും വരും. അത്രയ്ക്ക് ആഗ്രഹത്തോടെയാ അയാൾ ദിവ്യയെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത്. നമ്മൾ കരുതിയിരിക്കണം. അവനെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ ദിവ്യയെ ഒട്ടും സ്നേഹിച്ചിട്ടുമില്ല. സ്നേഹിക്കാതെ അവൾ എന്തിനാ അവന്റെ കൂടെ ഒളിച്ചോടാൻ ശ്രമിച്ചത്? അതെ, ശ്രമിച്ചു. അത് തന്നെയാണ് ശരി. അതൊരു ശ്രമം മാത്രമായിരുന്നു. ചിലപ്പോ രാഹുലിന്റെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് കൂടെ പോയതാവാം. കൂടെ പോയെങ്കിൽ ഒരാൾക്ക് മാത്രം എങ്ങനെ ആക്സിഡന്റ് ആവും? ദിവ്യ ആരോ ഭയന്ന് ഓടി വന്നതുപോലെയാണ് കാറിന്റെ മുമ്പിൽ ഒന്ന് ചാടിയെന്നല്ലേ അഭി പറഞ്ഞത്? അതെ. അവളുടെ പിന്നാലെ അപ്പൊ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അഭി ശ്രദ്ധിച്ചായിരുന്നോ? അവിടേക്ക് പലരും വന്നിരുന്നു. പക്ഷെ ആ കൂട്ടത്തിൽ രാഹുൽ ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോ രാഹുൽ തന്നെയായിരിക്കും ദിവ്യ ഓടിച്ചെന്ന്. അതിനും സാധ്യതയുണ്ട്. എന്തായാലും ദിവ്യയും രാഹുലും തമ്മിലുള്ള മീറ്റിംഗ് അത് നമുക്കുള്ള ദൈവത്തിന്റെ സമ്മാനമാണ്. ദൈവത്തിന്റെ സമ്മാനോ? നമ്മളിപ്പോ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവല്ലേ ചെയ്തത്? അല്ല, നമ്മുടെ എല്ലാ കൺഫ്യൂഷനും തീർന്നു എന്നതാണ് സത്യം. ദിവ്യയ്ക്ക് മുൻപരിചയമുള്ള ആരെയെങ്കിലും നേരിൽ കാണാൻ ഇടയായാൽ ഒരുപക്ഷെ അവളുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാക്കാന്നല്ലേ ഡോക്ടർ പറഞ്ഞിരുന്നത്? അതെ, നമ്മുടെ ഗോവിന്ദൻ വൈദ്യരും അത് തന്നെയാണല്ലോ പറഞ്ഞത്. പഴയ കാമുകനെ കണ്ടിട്ടും അവൻ പരിചയം പുതുക്കാൻ വന്നിട്ടും ദിവ്യക്ക് അവനെ മനസ്സിലായിട്ടില്ല. യെസ്. അപ്പോ സുധിയെ കണ്ടാലും അവൾ തിരിച്ചറിയാൻ പോകുന്നില്ല. അതെ, പൂർവകാല കാമുകനെ തിരിച്ചറിയാത്ത അവൾ പുതുമണവാളിനെയും തിരിച്ചറിയാൻ പോകുന്നില്ല. അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ധൈര്യമായി മുന്നോട്ട് പോവാം. അഭിജിത്തിന്റെ ചൂണ്ടുവിരലിൽ കെട്ടിയ ചരടിന്റെ മറ്റേ അറ്റത്ത് അഭിജിത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയായിരിക്കും ഇനി മുതൽ ദിവ്യ. ആ പാവ എവിടെ പോവണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ അഭിജിത്തായിരിക്കും. ദിവ്യ എന്ന പാവയെ നിയന്ത്രിക്കുന്ന മാന്ത്രികനായ മായാജാലക്കാരൻ ഈ ഞാൻ, അഭിജിത്ത്. കാശ് കിട്ടിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും അവരത് സംഘടിപ്പിക്കുമെന്ന് സത്യ പറയുന്നു. എങ്ങനെ സംഘടിപ്പിക്കാൻ? എടാ, നമുക്കറിയാവുന്നില്ലേ സത്യയുടെ വീട്ടുകാരുടെ സ്ഥിതി. സഹായിക്കാൻ ചെന്ന എന്നെ അവർ തിരിച്ചയച്ചു. എടാ, ഇതെന്ത് പൂജയടാ? ആദ്യം കെട്ടിയ താലി അഴിച്ചു മാറ്റി ദേവിക്ക് ചാർത്തുക, വീണ്ടും മറ്റൊരു താലി സത്യയുടെ കഴുത്തി കെട്ടുക, അതിന് 20 പവൻ സ്വർണവും കാശും. എടാ, നീ ഒന്ന് മനസ്സ് വെച്ചാ സത്യയുടെ വീട്ടുകാരെങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു. എടാ, പറഞ്ഞില്ലേ, ഞാൻ മനസ്സ് വെക്കാഞ്ഞിട്ടല്ല. പൂജയുടെ പകുതി ചെലവ് അവർക്ക് തന്നെ വായിക്കണമെന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യാൻ? അങ്ങനെ മനസ്സ് വെക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സത്യം നീയുമായുള്ള അടിപിടി അവസാനിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇപ്പൊ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലല്ലോ കഴിയുന്നത്, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. എടാ,
നീ ആദ്യം അവിടെ ഒരു ഭാര്യയായിട്ട് കാണാൻ ശ്രമിക്കും. അതോടെ തീരും എല്ലാ പ്രശ്നങ്ങളും. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയാത്തൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ എനിക്കിപ്പോ ദോഷ സമയ സത്യ കൂടെ ഉള്ളതുകൊണ്ടാണ് അപകടങ്ങളൊന്നും ഇല്ലാതെ കഴിയുന്നതെന്നാണ് തിരുമേനി പറയുന്നത് പോലും. എന്റെ ദോഷം അകറ്റാൻ കൂടി വേണ്ടിയാണ് ഈ പൂജ. സത്യയുടെ വീട്ടിൽ കാശ് ഞാൻ കൊണ്ടുപോയി കൊടുത്താലോ? ഞാനാവുമ്പോ നീയോ നിന്റെ വീട്ടുകാരോ കൊടുക്കും പോലെ ആവില്ലല്ലോ. ആ കാശ് കൊണ്ട് പൂജ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവേയില്ല. അത് ശരിയാണല്ലോ. അല്ല പിന്നെ. ശരി, എങ്കിൽ പിന്നെ വൈകണ്ട, നീ ഇപ്പൊ തന്നെ സത്യയുടെ വീട്ടിലേക്ക് ചെല്ലാം. പോവാം, ഇപ്പൊ തന്നെ പോവാം. അളിയാ കണ്ടാ, ഒരു ആവശ്യം വന്നപ്പോ എന്റെ ബുദ്ധി വർക്ക് ചെയ്യണ കണ്ടാ. അല്ലടാ, നിന്റെ കയ്യില് അതിന് മാത്രം കാശുണ്ടോ? കാശ് നീ തരണം, അല്ലാതെ എന്റെ എവിടുന്ന് കാശ്? അത് ശരിയാവില്ലല്ലേ. നീ തരുന്ന കാശ് ഞാൻ കൊണ്ടുപോയി അവിടെ കൊടുക്കുന്നതും നീ നേരിട്ട് കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലേ. എന്നെപ്പോലെ നാലണയ്ക്ക് വകയില്ലാത്തവൻ നിന്റെ എന്നാ കാശം കൊണ്ട് വരുന്നതെന്ന് സത്യയുടെ അമ്മയ്ക്ക് മനസ്സിലാകുകയും ചെയ്യും. മാത്രമല്ല, അത് നിന്റെ ചേച്ചി സുജിതാമ്മ അറിഞ്ഞ എന്റെ കഴുത്തിന് പിടിക്കുകയും ചെയ്യും. സത്യയുടെ അമ്മ ഇന്ന് ആഭരണങ്ങളുമായിട്ട് വീട്ടിലെത്തുന്ന വാക്കുകൊടുത്താണ്. അതിന് പറ്റിയില്ലെങ്കിൽ സുജിതേച്ചി അവര് നാണം കെടുത്തു. സത്യയുടെ അമ്മ നാണം കെടുക എന്ന് പറഞ്ഞാ അത് ഞാൻ നാണം കെടുന്നതിന് സമമാ. എടാ, നീ വിഷമിക്കാതിരിക്കും. അവരങ്ങനൊരു വാക്ക് സുജിതേച്ചിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവര് കാശുണ്ടാക്കിയിരിക്കും. അത് സുധിയുടെ വീട്ടുകാരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, സുധിയുടെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടുകൂടിയായിരിക്കും. നമ്മൾ വിചാരിച്ച നടക്കില്ല നാത്തോലി. 10 ലക്ഷം രൂപ പോയിട്ട് 1 ലക്ഷം രൂപ പോലും ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതും ഇത്രയും പെട്ടെന്ന്. എടാ, പിന്നെ എന്ത് ചെയ്യും? പപ്പൻ ചേട്ടനോട് കാശ് കടം ചോദിച്ചാ അയാൾ കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാ. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ. എന്ത് വഴി? ഈ വർക്ക്ഷോപ്പ് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്യാം. അതിന് സത്യം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവള് വേണമെങ്കിൽ വിക്രമന് വേണ്ടെന്ന് വെക്കും. എന്നാലും വർക്ക്ഷോപ്പ് വിൽക്കാൻ അവള് സമ്മതിക്കില്ല. അല്ലെങ്കിലും ഇതാര് വാങ്ങിക്കാനാ? പപ്പ വാങ്ങിക്കും, പക്ഷെ കാശ് കൊടുക്കുമെന്നറിയില്ല. വിമലാമ്മ പപ്പൻ ചേട്ടനോട് ചോദിച്ചു നോക്കട്ടെ, എന്തു പറയുമെന്ന് അറിയാലോ. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു വീടും 3 സെന്റ് സ്ഥലവും എനിക്കുണ്ട്. ഞാൻ അതങ്ങ് പണയം വയ്ക്കും. അതിന് 10 ലക്ഷം രൂപ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. തികയാത്തതിന് എന്റെ വീടും വയ്ക്കാം, പക്ഷെ അതൊക്കെ എളുപ്പത്തിന് നടക്കുമെന്നറിയില്ല. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചിട്ടായാലും നടത്തുക തന്നെ, അല്ലാതെ വേറെ രക്ഷയില്ല. വിക്രമൻ കാശ് കൊടുക്കുന്നത് വേണ്ടെന്ന് പറയണ്ടായിരുന്നു. കൈ പണമില്ലാതെ അഭിമാനം കാത്തുസൂക്ഷിച്ചത് മോശമായിപ്പോയി. അത് നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. ഈ പൂജയ്ക്കുള്ള പാതി ചെലവ് സത്യയുടെ വീട്ടുകാർ തന്നെ ചെലവാക്കണമെന്നാണ് പോലും. എന്തായാലും പപ്പൻ ചേട്ടൻ എന്ത് പറയുമെന്ന് നോക്കാടാ നമുക്ക്. അതിനുശേഷം ആലോചിക്കാം നമ്മുടെ വീട് പണയപ്പെടുത്തണോ വേണ്ടയോ എന്നൊക്കെ. 10 ലക്ഷം പോയിട്ട് 10 പൈസ പപ്പൻ ചേട്ടൻ കൊടുക്കില്ല. സത്യയുടെ അച്ഛന്റെ അനിയനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എച്ചി എന്ന് വെച്ച് തന്നെയാ. അപ്പൊ അതാണ് കാര്യം. ഒന്നിനും കൊള്ളാത്ത പപ്പനെ ഇപ്പോ തള്ളയ്ക്കും ഏട്ടത്തിയമ്മയ്ക്കും ഒഴിവാക്കാൻ പറ്റാതായിരിക്കുന്നു. എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നും സമയമില്ല പപ്പ. ഞങ്ങൾ പറഞ്ഞില്ലേ, അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ.
അത്യാവശ്യത്തിന്റെ വലിപ്പമൊക്കെ എനിക്ക് മനസ്സിലായി. അഭിമാന പ്രശ്നമാണ്. മണിമംഗലത്തുകാരുടെ മുമ്പിൽ താഴാൻ പാടില്ല. അതൊക്കെയല്ലേ? അതെ, ആ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പപ്പന്റെ കാല് പിടിക്കുന്നത്. അയ്യോ, എന്റെ കാലൊന്നും പിടിക്കണ്ട. എന്നാലും ഒരു അത്യാവശ്യം വന്നപ്പോ നിങ്ങൾ പപ്പനെ ഓർത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്താളെ ഇപ്പൊ ശബ്ദം പൊങ്ങാത്തത്? ആ വായൊന്ന് പൊളിച്ചേ. അല്ല, ആ നാവിറങ്ങിപ്പോയെന്നറിയാനാ. സത്യം നിന്റെ ഏട്ടന്റെ മകളല്ലേ? അവക്കൊരാവശ്യം വരുമ്പോ നിന്നോടല്ലാതെ പിന്നെ ആരോടാ ഞങ്ങൾ ചോദിക്കേണ്ടത്? ഒയ്യോ, തേനൊലിക്കുന്നല്ലോ തള്ളയുടെ വായിന്ന്. ഇങ്ങനെയൊന്നും അല്ലല്ലോ സാധാരണ ഞാനിവിടെ വരുമ്പോ തള്ള പറയാറ്. പണ്ട് നമ്മുടെ ചായപ്പി കിട്ടിയിരുന്ന ആ പുഴുത്ത പാണ്ടമ്പട്ടിയുടെ വില അറിയാനുണ്ടായിരുന്നോ? ഇപ്പൊ എന്തൊരു പഞ്ചാര വാക്കുകളാ. ഈ തള്ളക്കേ ഓന്തിന്റെ സ്വഭാവമാ കേട്ടാടതി. തരത്തിനൊത്ത് നിറം മാറും. ഇപ്പൊ കണ്ട മദർ തെരേസയാണെന്നേ പറയൂ. അത് വീട് പണയപ്പെടുത്താന്നാ ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. എങ്ങനെ? ആധാരം എടുത്ത് പണയം വെക്കാന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ പപ്പനോട് ചോദിച്ചതിന് ശേഷം അത് ചെയ്യാന്ന് കരുതി. വീട് പണയപ്പെടുത്താനോ? അതൊന്നും പറ്റില്ല. ഞാൻ ജീവനോട് ഇരിക്കുമ്പോ അതിന് സമ്മതിക്കേയില്ല. അല്ലെങ്കിലും വീട് പണയപ്പെടുത്തിയിട്ട് കാശ് ആര് തിരിച്ചടയ്ക്കും? സുതി കാശ് തന്നിട്ട് വേണ്ടാന്ന് വെച്ച ആളുകളാ. അതുകൊണ്ട് ഇനി അവനോട് കാശ് ചോദിക്കുന്നത് അതിലും വലിയ അഭിമാനക്കേടാ. സത്യം ഇപ്പൊ സ്വന്തം കാലല്ലാത്ത സ്ഥിതിക്ക് അവളോടും കടം വീട്ടണമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ദിവ്യ, അത് ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് ആർക്കറിയാം. അതിന് ഇത്രമാത്രം ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്നും പത്രത്തിലെ ആ ചുടലക്കോളത്തിലൊന്ന് നോക്കിയേക്കണം. അജ്ഞാത വണ്ടി തട്ടി മരിച്ചുവെന്നോ കടൽക്കരയിൽ അജ്ഞാത മൃതദേഹം കണ്ടുവെന്നോ മറ്റോ ഉണ്ടോന്നോ. നിനക്ക് എങ്ങനെ ഇത്രയ്ക്ക് ദുഷ്ടനാവാൻ കഴിയുന്നു? നിങ്ങളുടെ വയറ്റി പറഞ്ഞോണ്ട്. അപ്പൊ പിന്നെ ദുഷ്ടനാവാതെ തരവില്ലല്ലോ. ആ അത് വിട്. കാശ് എപ്പോ വേണോന്ന് പറ. എത്രയും പെട്ടെന്ന്. ആ പിന്നെ എഗ്രിമെന്റും പേപ്പേഴ്സും ഒക്കെ റെഡിയാക്കിയ ശേഷം ഞാൻ കാശ് വിട്ട് വരാം. എഗ്രിമെന്റോ? അല്ലാതെ പിന്നെ ഓശാരത്തിനാണോ ഞാൻ കാശ് തരുന്നത്? കാശ് ഞങ്ങൾ വേഗം തിരിച്ചു തരും പപ്പ. വേഗം തിരിച്ചു തരണം. അഥവാ വേഗം തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ വരില്ല. വരും. കുഴലപ്പവും പപ്പടവടയും ഉണ്ടാക്കി വിറ്റ് ജീവിതം കഴിക്കുന്ന നിങ്ങൾ എങ്ങനെയാ എന്റെ കാശ് വേഗം തിരിച്ചു തരുന്നത്? പറ. ആ അതുകൊണ്ടാ പറഞ്ഞത്. എല്ലാറ്റിനും ഒരു ഉറപ്പുണ്ടായിരിക്കുന്നത് നല്ലതാ. പിന്നെ കാശിന് വേണ്ടി അമ്മയെ തല്ലി ഏട്ടത്തി അമ്മയുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചു തുടങ്ങിയ വാക്കുകളൊന്നും പപ്പന്റെ പേരിനൊപ്പം ചേർത്ത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ.